ഹായ് ഫ്രണ്ട്സ്, ആദില നൂറ മലബാർ ഗോൾഡിൻ്റെ ഓണർ ഫൈസൽ എന്ന ആളുടെ ഹൗസ് വാമിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവരെ നാണം കെടുത്തിയ കഥയും അവരെ ഓടിച്ചു വിട്ട കഥയുമാണ് നാം പറയാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ മലബാർ ഗോൾഡ് ഉടമ ഓണർ ഫൈസൽ ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ പല തലത്തിലുള്ള ആൾക്കാരെയും, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ അനുമോളെ, ഷിയാസ് കരീം, ഇവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ് ആണല്ലോ. എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ലൈവിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആദിലയും നൂറയും ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ആദില നൂറൊക്കെ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് പിന്നെ ആദില നൂറ വന്ന് വീട്ടിൽ വന്ന് അവരെ വിശേഷം പങ്കുവെക്കുന്നുണ്ട്. ഇതിപ്പോൾ എത്തിയുള്ള ഗേസ്, ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് എത്തിയത്. പിന്നെ ഒരു പൂര ഉറക്കമായിരുന്നു. പിന്നെ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് ഭയങ്കര ബിസി ആയില്ലായിരുന്നേ. ഹൗസ് വാമിംഗ് ആയിരുന്നു ഫൈസൽക്കാടെ. അവിടുത്തെ വിശേഷങ്ങൾ പറയൽ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് ഭയങ്കരമായിപ്പോയത് കേട്ടോ. ഫൈസലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ വ്യത്യസ്ത തലത്തിലുള്ളവർ എത്തിയിരുന്നു. ആഗോളതലത്തിലുള്ള ബിസിനസ്സുള്ള വ്യക്തികളായ ഞങ്ങൾ എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവ് ഉണ്ടായിരുന്നില്ല. അത് പറയുന്നത് ആദിലയും നൂറയുമായിരുന്നു കേട്ടോ. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് എന്തു സന്ദേശമാണ് നൽകി എന്ന ആരോപണത്തെ ഉന്നയിച്ചുകൊണ്ട്, ആ ആരോപണം മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന എൻ്റെ തിരിച്ചറിവ് കൊണ്ട് ആത്മാർത്ഥമായി ഖേദമുണ്ട്. സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇവരെ ഞാൻ പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കേട്ടോ. ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ പോസ്റ്റാണ്. പക്ഷേ ഈ പോസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തു. വേണമെങ്കിൽ കുറേ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇദ്ദേഹം വിളിച്ചു വരുത്തി അപമാനിക്കാൻ പാടില്ലായിരുന്നു. എങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഒരു മൂല്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ വിളിക്കാൻ പാടില്ല. അവരെ നമ്മുടെ ഇതിലേക്ക് അടുപ്പിക്കാൻ. ഇദ്ദേഹം അറിയാതെ ഇയാളുടെ ഹൗസ് വാമിങ്ങിന് ഇവരെ വരില്ലല്ലോ. നമ്മളറിയാതെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് എങ്ങനെയാണ് ഇവർ വരിക? അപ്പോൾ ഇവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ എന്തിനാ അയച്ചു? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ എൻ്റെയും അറിവിലുള്ളത് തന്നെയാണ്, ശരി തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അതിനു മുന്നേ ഇദ്ദേഹം ആലോചിക്കുന്നത് ഇവരെ വിളിച്ചു വരുത്താൻ പാടില്ല. ഇതിപ്പോൾ വിളിച്ചു വരുത്തി അവരെ നാണം കെടുത്തിയ പോലെ, 2 പെൺകുട്ടികളെ നാണം കെടുത്തിയ പോലെ. പക്ഷേ ഇവരെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിളിക്കാൻ പാടില്ല. കാരണം നമ്മളിതിന് ഈ നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് ഒരു മൂല്യമുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ തല്ലി ഉടച്ച് കളഞ്ഞവരാണ് ഇവർ 2 പേരും. അപ്പോൾ ഇവർ 2 പേരെ അദ്ദേഹം വിളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ വിളിച്ചിട്ട് പിന്നെ പിടിച്ച് ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് രസമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഈ ആദിലയും നൂറയും പണ്ട് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ അല്ലേ? എളാപ്പ എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റാതെ, അവർ ആ കേസ് കൊടുത്തതിലുള്ളതാണ് കേട്ടോ. കേസ് കൊടുത്തിട്ട് പിന്നെ വന്ന് പറഞ്ഞതാണ്, എളാപ്പ ഹോട്ടലിലേക്ക് വിളിച്ചു, ഉപ്പ എന്നെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ നോക്കി എന്ന് ആദില പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണോ? എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഈ ആദില പറയുന്നത് ഒരു 95% എന്താണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ആദിലയുടെ ക്യാരക്ടർ ബിഗ് ബോസിൽ വെച്ച് നമ്മളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്തതാണ് അല്ലേ? കഥകൾ ഉണ്ടാക്കി പറയാനും ഉണ്ടാക്കിയ കഥകൾ കഥയായിട്ട് പറയാനും ആദിലയ്ക്ക് നല്ല മിടുക്കാണ്. ആദില അവിടെ എല്ലാവരും ടോർച്ചർ ചെയ്തിരുന്ന് നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നെ അനുമോൾ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ രഹസ്യം ഇറങ്ങാൻ പോകുന്ന സമയത്ത് വെളിവെത്താക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു കുശുമ്പ് കുന്നായ്മയാണ്. അനുമോൾ പറയുന്ന ആ രഹസ്യം അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ തന്നെ പറയണം, എനിക്കിത് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഹൗസിൽ വന്നതാ ഇങ്ങനെ എന്നെ റൂമിൽ വിളിച്ചു കൊണ്ടുപോയി പറയുന്നു അനുമോൾ. ഇതിന് ഞാൻ അത് പറയുകയാണെങ്കിൽ ആദില എന്താണ്, നല്ലവളാണ്. അതല്ലാതെ അവൾ അനുമോൾ കൊണ്ടുപോയി പറഞ്ഞ് നമ്പർ കൊടുത്ത രഹസ്യം മൂടി വെച്ച് അത് അവസാനം അവൾക്കെതിരെ ഒരു കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ കയറ്റിക്കൊണ്ട് അനുമോൾക്കെതിരെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നാടകമൊക്കെ, അതൊക്കെ കഴിഞ്ഞ് കുറേ ഫ്രണ്ട്ഷിപ്പ് നാടകം കളിച്ചവളാണ് ആദില അല്ലേ? എന്നിട്ടാണ് പൊടിപ്പും തൊങ്ങലും കയറ്റിയിട്ട് അനുമോൾക്കെതിരെ ഒരു ആയുധമാക്കിയിട്ടത്. അതുകൊണ്ട് തന്നെ ആദിലയെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള
കാര്യം 100% ഷുവറാണ്. അപ്പോൾ അവർ ഉപ്പയും ഉമ്മനും ഇത്രയും പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആരെങ്കിലും? ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരാൾ ചെയ്യില്ല. ചെയ്തിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നന്നായി നോക്കിയവരാണ് എൻ്റെ ഉപ്പയും ഉമ്മയും എന്ന് ബിഗ് ബോസ് ഹൗസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എത്ര തരം വാക്കുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ നല്ല രീതിയിൽ നോക്കി വളർത്തിയവരാണ്, പക്ഷേ ഞങ്ങളുടെ ഈ ഇഷ്ടത്തെ മാത്രം അവർ മാനിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. ഈ 2022 കേസിൽ ഇവർ ഇതൊക്കെ പൊക്കിയിട്ടുണ്ട്. ഇളയപ്പൻ ഞങ്ങളെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു, ഉപ്പ ഞങ്ങളെ ഹറാസ് ചെയ്യാൻ നോക്കി, സെക്ഷൽ ഹറാസ് ചെയ്യാൻ നോക്കി, ഈ സുഖം നിങ്ങളൊന്ന് അറിയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ നൂറ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വേറൊരു ഗുണ്ടലക്കി ഇല്ലേ, സൗദി അറേബ്യയിൽ വെച്ച് നൂറയ്ക്ക് ഒരു അറബിയിൽ നിന്ന് രണ്ടല്ല 3 വട്ടം അബ്യൂസ് ചെയ്യപ്പെട്ടു. 3 വട്ടം ഒരു കുട്ടിയെ 3 വട്ടം, പഠിക്കുന്ന കുട്ടിയെ 3 വട്ടം അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടിയെ റോഡിൽ ഇറങ്ങി നടക്കുക. ട്യൂഷന് പോകുമ്പോൾ ഇതൊക്കെ നുണയല്ലേ? സൗദി അറേബ്യയിലൊക്കെ ട്യൂഷന് നടന്നു പോവുക, അതുകൂടെ ഇങ്ങനെ കുട്ടി ട്യൂഷന്. അപ്പോൾ ഇയാൾ ഇങ്ങനെ 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചു. അപ്പോൾ ഈ നൂറ തന്നെ നോക്കി നോക്കുമോ, സൗദി അറേബ്യയിലൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കേസല്ല. അതായത് കുട്ടികൾ ഇറങ്ങി നടക്കുക ഇതൊന്നുമില്ല. അവരെ സ്കൂൾ വണ്ടി കൊണ്ടുപോയി തിരിച്ചു വിടും, അങ്ങനെയാണ്. അല്ലാണ്ട് ഈ കുട്ടി ഇറങ്ങി നടന്ന് റോഡിൽ കൂടെ ഇറങ്ങി നടന്ന് ഒരു വണ്ടി വന്നു കുട്ടിയുടെ അടുത്ത്, അറബി വന്നിട്ട് കുട്ടിയുടെ അടുത്ത് ഇത് ചോദിച്ചു, സ്ഥലങ്ങൾ ചോദിച്ചു, എന്നിട്ട് കാറിൽ കയറ്റിക്കൊണ്ടേ ആ അറബിന് വീണ്ടും വന്നു. ഇതൊക്കെ നുണയുള്ള കേസുകളാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവർ രണ്ടുപേരും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെ വീട്ടുകാരെ കരിവാരി തേച്ചതും നമുക്ക് അസലായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം 2022 ഇത് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇത് ശരിയാണ് ഇവരെന്താണെന്നൊക്കെ. പക്ഷേ ഇവരെ ഈ 2025 അവരുടെ ക്യാരക്ടർ ഫുള്ളായിട്ട് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് FIR നോക്കൂ 2022 FIR എന്തിനു നോക്കണം? FIRൽ എത്ര കേസുകളാണ് വെറുതെ കഥ പറഞ്ഞിട്ടുള്ള കേസുകളുള്ളത് ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കുറേ പേര് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന കുറേ പേര് ഇതേപോലെ കഥയ്ക്ക് ഇരയായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ പിന്നെ ഇവർ ബിഗ് ബോസ് ഹൗസിലിരുന്ന് 2 പേരും ഇരുന്ന് ഖേദിക്കുന്നുണ്ടായിരുന്ന കാര്യം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നമ്മുടെ ഫാമിലി റൗണ്ടിൽ നമ്മുടെ ഫാമിലി വരും എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വരും? ഇത്രയും അപമാനിച്ച ഫാമിലി എങ്ങനെ വരും? അപ്പോൾ അവർ ആ അപമാനിച്ച ഫാമിലി അത്രയും അപമാനിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ അവരെ പ്രതീക്ഷിച്ചിരുന്നത്. അത്രയും ബുദ്ധിമുട്ടിച്ച സ്വന്തം ഉമ്മ നോക്കി നിൽക്കി ഉപ്പ സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഫാമിലി ഇവരെന്തിനാണ് പ്രതീക്ഷിച്ചിരുന്നത്? എന്നിട്ട് ഇവരെന്തിനാണ് വിഷമിച്ചിരുന്നിരുന്നത്? അതുപോലെ തന്നെ ഇത്രയും നൂറ പറഞ്ഞിട്ട് എൻ്റെ ഉപ്പ എന്നെ പൊന്നു പോലെയാണ് നോക്കിയത്, എൻ്റെ ഉമ്മ എന്നെ പൊന്നു പോലെ നോക്കിയത്, ഞാൻ മൂത്ത മോളാണ്, അത്രയും നല്ല സുഖ സൗകര്യങ്ങളോട് നോക്കി എന്ന് നൂറ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സുഖ സൗകര്യങ്ങളോട് കൂടിയ നോക്കിയ ആ കുട്ടി, ഈ കുട്ടി 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്ഷൽ അബ്യൂസ് ആവുന്നത് അല്ലേ? അപ്പോൾ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ ആദ്യമായി എന്ന് പറയുന്നത് ആരുടെ അടുത്തായിരിക്കും? സ്വന്തം അമ്മയുടെ അടുത്തായിരിക്കും അല്ലേ? അതും അമ്മ എന്ന് പറയാൻ അത്രയും നന്നായി നോക്കിയ അമ്മയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അല്ലാതെ നോക്കാത്ത അമ്മ ഇട്ട് പോകുന്ന അമ്മയൊന്നുമല്ല. അങ്ങനത്തെ അമ്മമാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇത്രയും നല്ല സ്നേഹമുള്ള അമ്മയോ ഉപ്പയോ ഉമ്മയുള്ളപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി ഉമ്മ എന്ന് പറയും, അത്രയും നല്ല സ്നേഹമുള്ളത് കൊണ്ട്. പക്ഷെ അതൊന്നും പറയാതെ മൂടി വെച്ച് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടാണ് പറയുന്നത്. കുട്ടിക്ക് 26 വയസ്സായി ഇപ്പോഴാണ് ആ കുട്ടി അത് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി നോക്കുക അവരുടെ മനസ്സിലെ കള്ളങ്ങൾ. അപ്പോൾ അവിടെ വോട്ട് നേടാനും അവിടെ പിടിച്ചു നിൽക്കാനും അവർ പറഞ്ഞ കള്ളങ്ങളാണ്. അതുപോലെ കേസിൽ ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം വീട്ടുകാരെ കരിവാരി തേച്ചിട്ട് അവരെന്നിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് നോക്കിയിരുന്ന വ്യക്തികളാണ് ഇവർ 2 പേരും. അപ്പോൾ അത്ര മാനസിക പീഡനം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് അവരെ വരാൻ സമ്മതിക്കില്ലായിരുന്നു. ഇതവർ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഫൈസലിൻ്റെ കേസിൽ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇയാൾ അവരെ ക്ഷണിച്ച് ഫോട്ടോ എടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം പറയുന്നത് ഇവരെ ക്ഷണിക്കേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ ഇയാളുടെ ഒരു സ്റ്റാൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2 തരം സ്റ്റാൻഡ്. അപ്പോൾ സ്വന്തം ഹൗസിലേക്ക് വിളിക്കുന്നവർ മുഴുവൻ ഇപ്പോൾ ആ വന്നവർ മുഴുവൻ ആകെപ്പെട്ടിട്ടാവും കിടക്കുന്നത്. ഇയാൾ അറിഞ്ഞിട്ടാവില്ല ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക, ഇയാൾ അതൃപ്തിയോട് കൂടി വിളിച്ചതായിരിക്കും അല്ലേ? അപ്പോൾ ഈ സ്റ്റാൻഡ് വെളിപ്പാക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.